ഹായ്, എൻ്റെ കയ്യിലിരിക്കുന്നത് ഏറ്റവും മനോഹരമായ ഒരു കത്തിയാണ്. ഈ കത്തിയുടെ രൂപത്തിലാകുന്നതിന് മുമ്പേ ഇതൊരു ഇരുമ്പ് പീസായിരുന്നു. എന്നാൽ ഈ ഇരുമ്പ് പീസ് നല്ലൊരു പണിക്കാരൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അദ്ദേഹം ഇതിനെ നേരെ കൊണ്ടുപോയി തീയിലേക്ക് വെച്ചു. തീയിൽ പഴുത്തപ്പോൾ ഈ ഇരുമ്പ് പീസിൻ്റെ മേൽ അവൻ ആഞ്ഞടിച്ചു. പലവഴി അവൻ അടിച്ചു, വീണ്ടും തീയിൽ വെച്ചു, വീണ്ടും അടിച്ചു പരത്തി. പക്ഷെ ഈ പരത്തുമ്പോഴെല്ലാം ഈ ഇരുമ്പ് പീസ് ഒരിക്കലും ചോദിക്കുന്നില്ല, എന്തിനാണ് എന്നെ ഇങ്ങനെ ഇത്ര ശക്തമായി അടിക്കുന്നതും, എന്തിനാണ് എന്നെ ഈ തീയിലിട്ടുന്നത്. എന്നാൽ ഇത് ഓരോ അടിയടിക്കുമ്പോഴും ആ പണിയുന്ന പണിക്കാരനറിയാം, താൻ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഈ ഇരുമ്പ് പീസ് മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ പഴുപ്പിക്കുകയും അടിക്കുകയും പരത്തുകയും ചെയ്യണം. അത് ചെയ്ത് അതിൻ്റെ അവസാനത്തിൽ താൻ ആഗ്രഹിക്കുന്നത് പോലെ ഇത്ര മനോഹരമായ ഒരു കത്തിയായി ഇതിനെ തൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ആ പണിക്കാരൻ്റെ താൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം പൂർത്തിയാവുകയാണ്. പ്രിയരേ, വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 45:9 പറയുന്നു, നിലത്തിലെ കലനുറുക്കുകളുടെ ഇടയിൽ ഒരു കലനുറുക്കായിരിക്കെ തന്നെ നിർമ്മിച്ചവനോട് തർക്കിക്കുന്നവന് അയ്യോ കഷ്ടം. നനയുന്നവനോട് കളിമണ്ണ് നീ എന്തുണ്ടാക്കുന്നു എന്നും കൈപ്പണി അവന് കൈയില്ല എന്നും പറയുമോ? സുഹൃത്തെ, നമ്മുടെ ജീവിതത്തിനകത്ത് പല പ്രതിസന്ധികൾ വരാം, പല പ്രശ്നങ്ങൾ വരാം. നമ്മൾ ചിലപ്പോൾ നന്നായി പ്രാർത്ഥിക്കുന്നവരായിരിക്കും, ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കും. പക്ഷെ എന്നാലും ജീവിതത്തിനകത്ത് പല പ്രതിസന്ധി, നമ്മുടെ കുടുംബത്തിലായിരിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായിരിക്കാം, നമ്മുടെ സാമ്പത്തിക മേഖലയിലായിരിക്കാം, ജോലി മേഖലയിലായിരിക്കും. പക്ഷെ ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മൾ പിറുപിറുക്കുന്നവരായിരിക്കും. തമ്പുരാൻ നമ്മളെ മെനയിടുന്ന തൻ്റെ ഇഷ്ടമുള്ള ഒരു നല്ല പാത്രമായി തീരുവാൻ നമ്മളെ അതിലൂടെ കടത്തിവിടുന്നത് മാത്രമല്ല, അതിലൂടെ പോയി നമ്മൾ മടങ്ങി വരുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ള, ഏറ്റവും മനോഹരമായ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായി മാറും. ഒരു കളിമൺ പാത്രം നിർമ്മിക്കുന്ന കുശവന് അവൻ പലപ്പോഴും അതിനെ ഉടയ്ക്കും, വീണ്ടും നനയും, വീണ്ടും ഉടയ്ക്കും, വീണ്ടും നനയും. അവസാനം അവൻ മനോഹരമായ ഒരു പാത്രമാക്കി അതിനെ മാറ്റിയെടുക്കും. അപ്പോൾ ആൾക്കാർ അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങും, അതിനെ വാങ്ങാൻ കൊതിക്കും. ഒരു പട്ടാളക്കാരനായിട്ട് ഒരു വ്യക്തി ആദ്യമായി മിലിറ്ററിയിൽ ചെന്നാൽ ആ 1 വർഷമുള്ള അവന്റെ ട്രെയിനിങ് അവന് ഇഷ്ടമായിരിക്കത്തില്ല. പക്ഷെ ആ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവൻ ഏറ്റവും നല്ലൊരു പട്ടാളക്കാരനായി തീരും. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന എന്ത് പ്രതിസന്ധിയെയും നമ്മൾ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടാനുള്ളതാണെന്ന് ബോധ്യത്തോടുകൂടി ഇത് സ്വീകരിക്കുമ്പോൾ തമ്പുരാൻ നമ്മളെ അതിന് ഏറ്റവും ശ്രേഷ്ഠതയും മാന്യതയുമുള്ള ഒരു നല്ല പാത്രമാക്കി മാറ്റും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇത് ഏറ്റവും അനുഗ്രഹമാക്കി ഏതെങ്കിലും മേഖലയിലൂടെ നിങ്ങൾ പോകുന്നതാണ്, ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ, ഈ പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ ഒന്ന് ഓർത്തുകൊള്ളുക, ഇന്നത്തെ ഈ പകലും ഈ രാത്രിയും കടന്നുപോയി നാളെ ഒരു പകൽ വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കർത്താവിന് പ്രയോജനപ്പെടുന്നവരും അതിനേക്കാൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് സമാധാനം തരുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാണെങ്കിൽ ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. God bless you.